മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് യൂണിറ്റ് 3 വൈദ്യുതിയുടെ ലോകം. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1ഉം പോയി കാണണേ. കൂടാതെ 1, 2 യൂണിറ്റ് വിശദമായിട്ട് പരീക്ഷണങ്ങളോട് കൂടിയിട്ട് നമ്മൾ ചാനൽ നൽകിയിട്ടുണ്ട്. മക്കളെല്ലാവരും പോയി കാണുക, നന്നായി പഠിക്കുക, USSന് വേണ്ടിയിട്ട് ഒരുങ്ങുക. ഈ മാസം കുറേ ദിനാചരണ ക്വിസുകൾ നടന്നിട്ടുണ്ടല്ലോ. മക്കൾ പങ്കെടുത്തില്ലേ? അക്ഷരമുറ്റം, പ്രതിഭ, AKSTU, മെഗാ ക്വിസ് ഇതൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അതിനൊക്കെ വീഡിയോസ് നൽകിയിട്ടുണ്ട്, ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക, നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ക്വിസ് പ്രോഗ്രാമിന് സ്ഥാനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്കത് USSന് ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കുക, USSന് ഒരുങ്ങുക. നമ്മുടെ ചാനലിൽ USS ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൾബ് കണ്ടുപിടിച്ച ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെന്തേ അറിയില്ലേ? അത് ആരാണ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം. വെളിച്ചം ലഭിക്കാൻ വൈദ്യുത ബൾബുകളാണല്ലോ നാം സാധാരണയായി ഉപയോഗിക്കുന്നത്. പലതരം ബൾബുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. ചിത്രം നോക്കൂ. ഏത് ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ ഉപയോഗിക്കുന്നത്? LED ബൾബുകളാണ് അല്ലേ? എന്താണ് LED? LEDൻ്റെ ഫുള്ള് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു. CFLും കുറഞ്ഞ ഊർജ്ജം മതി, അതിനേക്കാൾ കുറച്ച് ഊർജ്ജം മതി LEDക്ക്. എഴുതിയിട്ടുള്ളൊന്ന് വായിക്കാം. LED ഊർജ്ജത്തിന് ഗണ്യമായി സഹായിക്കുന്നു. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFLന്. സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFLനേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. അപ്പോൾ മുകളിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ? കുറഞ്ഞ ഊർജ്ജം മതി, കൂടുതൽ കാലം ഉപയോഗിക്കാം, പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്നില്ല, വിലക്കുറവാണ്. CFL ബൾബിനേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. കൂടുതൽ കാലം എന്ത് ചെയ്യും? കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നില്ല. പിന്നെ വിലക്കുറവ്, മറ്റുള്ള ബൾബിനേക്കാൾ വിലക്കുറവാണ്. മക്കളെ, ഇവിടെ 3 ബൾബുകളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഫിലമെൻറ്റ് ബൾബ്, ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ബൾബാണ്. ഇതിന് കൂടുതൽ ഊർജ്ജം വേണം. 1 വോൾട്ടായിട്ടായിരിക്കും. 60, 100, 110 അതിന് കൂടുന്നതിനനുസരിച്ച് പ്രകാശം കൂടും, അതിൻ്റെ ഊർജ്ജം കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യും. അടുത്തത് കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്, CFL ബൾബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, CFL ബൾബ്. അടുത്തതാണ് LED, അതിൻ്റെ ഫുൾ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED ബൾബുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പ്രചാരത്തിലുള്ളത് അധികവും LED ബൾബുകളാണ്. എന്താണ് LED മൊഡ്യൂൾ? ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് LED മൊഡ്യൂൾ. നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ കണക്റ്റിംഗ് വയർ, LED മൊഡ്യൂൾ, 9V ബാറ്ററി, കണക്റ്റർ എന്നിവയില്ലേ? ഇവ ഉപയോഗിച്ച് LED മൊഡ്യൂൾ എങ്ങനെ പ്രകാശിപ്പിക്കാമെന്ന് പരീക്ഷിച്ചു നോക്കൂ. പരീക്ഷണം ഗ്രൂപ്പുകളായി ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. നിങ്ങളടുത്ത് വയറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ലാബിലുണ്ടാവും, ടീച്ചർ കാണിച്ചു തരും കേട്ടോ. ഇനി വൈദ്യുത സർക്യൂട്ട് എന്താണ് വൈദ്യുത സർക്യൂട്ട്? വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും. ഈ ചിത്രത്തിൽ ചില സർക്യൂട്ടുകളുടെ ഭാഗങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ 3 ചിത്രത്തിലും ബാറ്ററിമേ വയർ ഘടിപ്പിച്ചിട്ട് ബൾബ് പ്രകാശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് കത്തുമോ? ഈ ബൾബ് പ്രകാശിക്കുമോ? എന്തുകൊണ്ട്? ഈ ബൾബുകൾ കത്തില്ല, കാരണം അത് വയറുകൾ മുഴുവനായിട്ടും കണക്റ്റ് ചെയ്തിട്ടില്ല. വയറുകൾ മുഴുവനായും ബാറ്ററിമേക്ക് കണക്റ്റ് ചെയ്താലേ ബൾബുകൾ പ്രകാശിക്കുള്ളൂ. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അപ്പോൾ മുകളിൽ തന്നിട്ടുള്ള 3 ചിത്രങ്ങളും തുറന്ന സർക്യൂട്ടുകളാണ്. തുറന്ന സർക്യൂട്ടുകളിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കില്ല, അതായത് പ്രകാശം ഉണ്ടാകില്ല.
അടുത്തത് താഴെ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അടഞ്ഞ സർക്യൂട്ടാണോ തുറന്ന സർക്യൂട്ടാണോ എന്ന് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സർക്യൂട്ട് തുറന്ന സർക്യൂട്ടാണ്. സെക്കൻഡ് രണ്ടാമത്തെ സർക്യൂട്ട് അടഞ്ഞ സർക്യൂട്ടാണ്, അത് പ്രകാശിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ പിക്ചർ തുറന്ന സർക്യൂട്ട് ആയതുകൊണ്ട് ബൾബ് പ്രകാശിക്കില്ല. സർക്യൂട്ട് 2 അടഞ്ഞ സർക്യൂട്ടാണ്, അതുകൊണ്ട് ബൾബ് പ്രകാശിക്കും. അപ്പോൾ നിങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതി ചേർക്കുക. നമ്മളൊരു മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ബൾബിലെയും ഫാനിലെയും സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ? എന്തായിരിക്കും? ഫാന് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ബൾബ് പ്രവർത്തിക്കുമ്പോൾ പ്രകാശിക്കുമ്പോൾ അത് അടഞ്ഞ സർക്യൂട്ടായിരിക്കില്ലേ? നമ്മൾ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് ഓഫാക്കും. അപ്പോൾ അതെന്ത് സർക്യൂട്ടാണ്? തുറന്ന സർക്യൂട്ട്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. തുറന്ന സർക്യൂട്ടുകളിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കില്ല. അപ്പോൾ ഫാനും ലൈറ്റൊക്കെ ഓഫാക്കുമ്പോൾ അത് തുറന്ന സർക്യൂട്ടുകളായി മാറുകയാണ് അല്ലേ? നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ സർക്യൂട്ടുകൾ അടഞ്ഞതും തുറന്നതുമാക്കുന്നത് എങ്ങനെ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബൾബ് പ്രകാശിപ്പിക്കാനും ഓഫാക്കാനൊക്കെ നമ്മൾ സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓണാക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു. സ്വിച്ച് ഓഫാക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. സ്വിച്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ കോളത്തിലുണ്ട്. എന്താണ്? ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ടുകൾ അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. ഈ ചിത്രത്തിൽ കുറച്ച് വിവിധ തരം സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇവയൊക്കെ ഒന്ന് പരിചയപ്പെടണം, ഒന്ന് നോക്കി വെക്കണം. ഇനി ശാസ്ത്രമേളൊക്കെ വരികയാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ബൾബ് പ്രകാശിപ്പിക്കണം, ബാറ്ററിയും വയറൊക്കെ വെച്ചിട്ട്. ഇനി സ്വിച്ചൊക്കെ ഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് മോഡലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതിനായി പല നിറത്തിലുള്ള LED ബൾബുകളൊക്കെ ഉപയോഗിക്കാം. അടുത്ത ടോപ്പിക്കാണ് ഒഴുകുന്ന വൈദ്യുതി. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. ബാറ്ററിയിൽ നിന്നും വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണ്? എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുമോ? ചെമ്പ് കമ്പിയിലൂടെയാണ് ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി ബൾബിലേക്ക് എത്തിയത്. ചെമ്പ് കമ്പിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക് വയർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നില്ല കേട്ടോ. വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അവ തരംതിരിച്ച് അനുയോജ്യമായ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്ര കിറ്റിൽ നിന്ന് 9V ബാറ്ററി, ചാലക കമ്പി, LED മൊഡ്യൂൾ എന്നിവ എടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രമീകരിക്കൂ. സർക്യൂട്ടിൽ LED മൊഡ്യൂൾ പ്രകാശിക്കും. ഇനി ഓരോ വസ്തുക്കളും താഴെ തന്നിട്ടുള്ള ഓരോ സാധനങ്ങളും ഇതുപോലെ പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പട്ടികപ്പെടുത്താം. ആവശ്യമായ സാമഗ്രികൾ: സേഫ്റ്റി പിന്ന്, മരക്കഷ്ണം, കടലാസ്, സ്റ്റീൽ സ്കെയില്, കരിക്കട്ട, പെൻസിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് വള, ലോഹവള. നനഞ്ഞ കടലാസ്, ചെമ്പു കമ്പി. കടലാസ് പട്ടിക തന്നിട്ടുണ്ട്. അടുത്തത് സേഫ്റ്റി പിൻ. LED മൊഡ്യൂൾ പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. മരക്കഷ്ണം പ്രകാശിച്ചില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. സ്റ്റീൽ സ്കെയിൽ പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. കരിക്കട്ട LED മൊഡ്യൂൾ പ്രകാശിച്ചില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. പെൻസിൽ ഗ്രാഫൈറ്റ് LED മൊഡ്യൂൾ പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. പ്ലാസ്റ്റിക് വള പ്രകാശിച്ചില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. ലോഹവള പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. നനഞ്ഞ കടലാസ് പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. ചെമ്പു കമ്പി പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. മക്കളെ LED മൊഡ്യൂൾ എന്ന് എഴുതി ചേർക്കണേ. ഇപ്പുറത്തെ സൈഡിൽ വൈദ്യുതി കടത്തിവിടുന്നു അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്നില്ല അങ്ങനെ തന്നെ എഴുതണം. ഞാൻ സ്ഥലത്തിൻ്റെ കുറവ് മൂലമാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും എഴുതണം കേട്ടോ. എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് LED പ്രകാശിച്ചത്? സേഫ്റ്റി പിന്ന്, സ്റ്റീൽ സ്കെയില്, ലോഹവള ഇവയൊക്കെ ഉപയോഗിച്ചപ്പോഴാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും കാരണം? ഇവയിലൊക്കെ വൈദ്യുതി കടത്തിവിടുന്നുണ്ട്, അതുകൊണ്ടാണ് LED പ്രകാശിച്ചത്. ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടുന്നത്, ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടാത്തത്? എഴുതി നോക്കൂ. പരീക്ഷണത്തിനായി തയ്യാറാക്കിയ ഉപകരണത്തിലെ AB എന്നീ അഗ്രങ്ങൾ 2 വിരലുകൾ വെക്കൂ. LED പ്രകാശിക്കുന്നുണ്ടോ? വിരലുകൾ നനച്ച ശേഷം വീണ്ടും ഇതേ പ്രവർത്തനം ചെയ്യൂ. എന്തു മാറ്റമാണ് കണ്ടത്? കാരണം എന്ത്? വിരലുകൾ വെച്ചപ്പോൾ പ്രകാശിച്ചില്ല, എന്നാൽ നനച്ച വിരലുകൾ വെച്ചപ്പോൾ അത് പ്രകാശിച്ചു. കാരണം എന്താണ്? വെള്ളത്തിലൂടെ വൈദ്യുതി കടന്നു പോകും.
നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നതിന് കാരണം കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാരണം? വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ജലം. കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായിട്ട് കാറ്റും മഴക്കുള്ള സമയത്ത് റോഡരികിലുള്ള വൈദ്യുതി കമ്പുകളും വയറുകളൊക്കെ റോട്ടിക്ക് ചെരിഞ്ഞ് ചാടിയാൽ അതിലൂടെ പോവരുതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണിത്? വെള്ളത്തിലൂടെ വൈദ്യുതി പകരാനും ഷോക്ക് ഏൽക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. ജലം ഒരു വൈദ്യുത ചാലകമാണ്. ചാലകം എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ചാലകങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്തവ: മരക്കഷ്ണം, കടലാസ്, കരിക്കട്ട, പ്ലാസ്റ്റിക്, തുണി. വൈദ്യുതി കടത്തിവിടുന്നവ: സേഫ്റ്റി പിൻ, സ്റ്റീൽ സ്കെയിൽ, പെൻസിൽ ഗ്രാഫൈറ്റ്, ലോഹവള, ചെമ്പു കമ്പി, നനഞ്ഞ കടലാസ്. ചാലകങ്ങളും ഇൻസുലേറ്ററുകളും. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. വൈദ്യുതി കടത്തിവിടാത്തവയൊക്കെ ഇൻസുലേറ്ററുകളാണ്. ഏതൊക്കെയാണ് ഉദാഹരണം? ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാം സ്പർശിക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? വൈദ്യുതോപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളോ? ഇത്തരത്തിൽ ചാലകങ്ങളും ഇൻസുലേറ്ററും ഉപയോഗിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭം: ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പുകമ്പി. ഇൻസുലേറ്റർ ഉപയോഗിക്കുന്ന സന്ദർഭം: ചെമ്പുകമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക്. മൊബൈൽ ചാർജർ. അതിനെങ്ങനെയാണ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്? ചാർജറിൻ്റെ പുറമേയുള്ള കവറിങ്. ഇലക്ട്രോണിക് ടെസ്റ്റർ. ഇതിനെങ്ങനെയാണ് ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്? ടെസ്റ്റർ പിടിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് പൊതിഞ്ഞിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഇൻസുലേറ്ററാണ്. കറണ്ട് കൊണ്ട് ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങൾ ഏതൊക്കെയാണ്? സ്വിച്ച് ബോർഡ് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻസുലേറ്റർ പ്ലാസ്റ്റിക്കാണ് അല്ലേ? ഇസ്തിരിപ്പെട്ടിയുടെ പുറമേയുള്ള കവറിങ്, മിക്സിയുടെ പുറമേയുള്ള കവറിങ്, ഇവയൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്ററാണ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റർ. നമ്മൾ നേരത്തെ ചെയ്തു നോക്കിയിട്ടുള്ള പരീക്ഷണം ഒരിക്കൽ കൂടി ചെയ്തു നോക്കാം. താഴെ സൂചിപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ ഓരോന്നായി ഉപയോഗിച്ച് AB ഭാഗങ്ങൾ യോജിപ്പിക്കൂ. സാമഗ്രികൾ: ഇരുമ്പാണി, ചെമ്പു കമ്പി, വെള്ളി ആഭരണം, സ്വർണ്ണാഭരണം, അലൂമിനിയം കമ്പി, സിങ്ക് കഷ്ണം, ലെഡ് കമ്പി, മഗ്നീഷ്യം റിബൺ, ടിൻ ഷീറ്റ് കഷ്ണം. ഈ തന്നിട്ടുള്ള എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടും. ഇതിനെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇവയൊക്കെ ലോഹങ്ങളാണ്. ലോഹങ്ങളെല്ലാം വൈദ്യുത ചാലകങ്ങളാണ്. നമ്മൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് പ്ലാസ്റ്റിക് വയറിനുള്ളിലെ ലോഹക്കമ്പിയിലൂടെയാണ്. ചിത്രത്തിൽ കാണുന്ന ഈ പലതരം വയറുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നവയാണ്. ഇവയുടെ ഇൻസുലേഷൻ നീക്കം ചെയ്താൽ ഉള്ളിൽ ലോഹക്കമ്പികൾ കാണാൻ കഴിയും. ഇനി നിങ്ങളുടെ വീട്ടിൽ വേണ്ടാത്ത വയറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറമേയുള്ള ഇൻസുലേഷനൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അധികവും അത് ചെമ്പ് കൊണ്ടായിരിക്കും. ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത്? അലൂമിനിയമാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പുകമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? ചെമ്പുകമ്പിക്ക് അലൂമിനിയം കമ്പിയേക്കാൾ ഭാരം കൂടുതലാണ്, വിലയേറിയതാണ്, അതായത് എക്സ്പെൻസീവാണ്. അവ പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നതാണ്. വൈദ്യുത ലൈനുകളൊക്കെ എത്രയോ ദൂരം എല്ലാ സ്ഥലങ്ങൾക്കും എത്തിക്കേണ്ടതാണ് അല്ലേ? വൈദ്യുതി എത്തിക്കേണ്ടതല്ലേ? കൂടാതെ അത്രയും ചിലവേറിയതാണ്. കൂടാതെ മഴയത്തും വെയിലത്തും കാറ്റത്തൊക്കെ നിന്നിട്ട് അവ വേഗം തുരുമ്പ് പിടിക്കും. മനസ്സിലായില്ലേ? ഇനി അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വീഡിയോ ലോങ് ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. 10ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണേ.